ഗായ്സ് ഇപ്പോൾ സമയം ഏകദേശം 2 മണി. ആ പോകുന്ന എങ്ങനെയൊക്കെ ഉണ്ട ബൈക്കും കൊണ്ട് പോകുന്ന ചങ്ങായി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കലേനു, അഭി ഉറങ്ങലേനു. അപ്പോൾ ഞാനൊരിടെ കിടന്ന് ഞാൻ ഈ മൂലൊക്കെ കിടന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് ടെൻ്റെല്ലാം മടക്കി സാധനങ്ങളെല്ലാം ഈ ലോറീൻ്റെ മുകളിൽ ഒന്നല്ല കിടന്നത്. അപ്പോൾ ഇനി നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. തോർത്തലുണ്ട് ടൈമിൽ സോപ്പ് എടുത്തിട്ട് 1 മിനിറ്റ്. നമ്മുടെ സോപ്പ് ഗൈസ് സന്തൂർ ഇവിടെ ഇതാ കുളിക്കാൻ പോവാണ് നമ്മളന്ന്. ഇവിടുന്നാണ് കുളിക്കാൻ പോകുന്നത്. എന്താ നല്ല പൂള് പോലെ. പല്ലേക്കാൻ പോവാണ് ഗൈസ്. അപ്പം രാവിലെ 7:30 ആയിരുന്നു. പല്ലേക്കൽ അഭിയായിരുന്നു പല്ലേക്കുന്നുണ്ട്. ഞാൻ തേക്കിട്ട് പുതപ്പില്ല ഇരിക്കാൻ തേങ്ങയില്ല. പൊരിഞ്ചാതി വെയിലാണ് ഗൈസ്. പോനടെ കിടക്കുന്നത് പോയോക്കാം. സൈക്കിളൊക്കെ ഇവിടെ ഉണ്ട്. വീഡിയോ എടുത്തു. മാറിക്ക് വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചിട്ട് പോകുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളെ വിളിച്ച് അറിയില്ല ഓർക്ക് വരും നോക്കി നോക്കാം. പയ്യ വെള്ളമായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള അവിടെ നിന്ന് കുറച്ചിന് മുന്നിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് കൈ തന്നെയാണ്. എന്തായാലും എവിടെ ചെന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. മഹാരാഷ്ട്രയിൽ വന്ന ആൾക്കാരൊക്കെ പെരുമാറ്റമൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നല്ല, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു കുപ്പി വെള്ളം തന്നു. ഒരു കുപ്പി വെള്ളത്തിൻ്റെ അല്ല, ഓരുടെ പണിക്ക് വെക്കുന്ന മനുഷ്യനാണ്. നമ്മളെ വിളിച്ചിട്ട് ആ ഒരു വെള്ളം തരാൻ വേണ്ടി കാണിച്ചാൽ മനസ്സുണ്ടല്ലോ.
ഒന്നും പറയാനില്ല. എല്ലാവരും എന്താ പറയുക, എല്ലാ നാട്ടിലും നല്ലയും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ആൾക്കാരെ മാത്രം കിട്ടും, നമ്മൾ മോശമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആൾക്കാരെ കിട്ടും. അപ്പോൾ ബ്രോ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ ഇവിടെ പോകാൻ നോക്കാം. എന്നിട്ട് നമ്മളവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ആദ്യം റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 5:30-5:45 ധാബയെ നോക്കിയിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാം. ധാബ കിട്ടുന്നേ ഇല്ല. അടുത്ത സ്പോട്ട് സ്റ്റേ അടിക്കാനുള്ള പോകുന്ന പോകുന്ന കാണിച്ചു തരാം. അങ്ങനെ കുറേ നേരം വന്നിട്ട് ഇപ്പം എന്താ ഒരു ദാവി നോക്കി ഞാൻ അടയ്ക്കുന്നു. എത്തിയില്ല, കൈയെല്ലാം മുറിഞ്ഞതാ. മുള്ളുണ്ട് റോഡ് സൈഡിലെ കാറ്റടിച്ചിട്ട്. പോവാണ് അത് വെള്ളം കുടിക്കുന്നു. ഇനിയും കുറച്ചും കൂടി പോകാണ്ട് ബ്രോ, കുറച്ചധികം. സോറി ഗൈസ്. ഇങ്ങോട്ട് കണ്ടോ നല്ല അടിപൊളി സൂര്യൻ. റൈറ്റ് സൈഡ് ഫുള്ള് ഫോറസ്റ്റ്. പെട്ടെന്നുണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ വാൽനസ്ത്രം പോലത്തെ ഒരു സാധനം പോകുന്നു. വിമാനമാണോ വാൽനസ്ത്രാണോ എന്നറിയില്ല. വാൽനസ്ത്രം ഗൈസ്, ടു മച്ച് ഫണ്ണി. ഞാൻ മാത്രം അങ്ങനെ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പമ്പിലെത്തി. അപ്പോൾ നോമ്പ് കുറിക്കേണ്ട സമയമായി. ഇപ്പം കട കിട്ടിയത് ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് ഇവിടെ കിടന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്. 24 അല്ല പമ്പ് ഉണ്ടാവുന്നറിയില്ല. ഭയ്യ ആപ്കാ നാം? അജിത്. ആപ്കാ? രാജൻ. रिटर्न आने टाइम में साइकिलिंग ഗായ്സ്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി. ആ പോകുന്ന എങ്ങനെയൊക്കെ കണ്ട ബൈക്കും കൊണ്ട് പോകുന്ന ചങ്ങായി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കലേനു, അഭി ഉറങ്ങലേനു. അപ്പോൾ ഞാനിവിടെ കിടന്ന്, ഞാൻ ഈ മൂലൊക്കെ കിടന്നിട്ടുണ്ടായിന്. ഞാൻ നോക്കുമ്പോണ്ട് ഓൻ അവിടുന്ന് എത്തി നോക്കുന്നു. പെട്ടെന്ന് 2:30 പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എത്തി നോക്കുന്നു. അപ്പോൾ ഞാൻ 6:30 എന്താണെന്ന് വെച്ച്. അപ്പോൾ ഓൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ ഓനിവിടെ തട്ടടിയത്. ഇവിടെ ഒരു കടയുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഫ്ലാഷ് ഞാൻ ഓണാക്കാം, ഒരു മിനിറ്റ്. ഇതാ ഈ കടയിൽ നിന്ന് നമ്മൾ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഓൻ എന്നോട് നീ എവിടെയാണ് കിടക്കുന്നത്, സൈക്കിൾ റൈഡേഴ്സാണോ പമ്പിലാണോ കിടക്കുന്നത് എന്തെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പമ്പിലാണ് കിടക്കുന്നത് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഈ പമ്പിന് ഇവിടെ വന്ന് കിടന്ന് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഒരു ടയർ വീടിൻ്റെ അടുത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇതെല്ലാം അവനോട് പറഞ്ഞ് ഞാൻ നോക്കുകൊണ്ട് പെട്ടെന്ന് ഒരു തല മാത്രം ഇവിടെ കാണുന്നു. തല കണ്ട് ഞാൻ 6:30 എന്താണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എന്നോട് പറയാം ഞാൻ എടുത്ത വാച്ച്മാനാണ്. അങ്ങനെ ഇങ്ങനെയാണ് ഒരു വാച്ച്മാൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രാവിലെ എല്ലാ പമ്പിലും, ഈ പമ്പിൽ എന്നല്ല എല്ലാ പമ്പിലും വാച്ച്മാൻ ഉണ്ടെങ്കിൽ ആ വാച്ച്മാൻ രാത്രി 12 മണിക്ക് കയറി കഴിഞ്ഞാൽ, ആ 10 മണിക്കോ അല്ലെ 12 മണിക്ക് കയറി കഴിഞ്ഞാൽ പൊളിച്ച 6 മണി വരെ വെക്കണം എന്നാണ്. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചില്ലേ 2:30, 2:30 അത്രേ ആയുള്ളൂ. ഓനോട് 1 മണിക്കൂർ ഞാൻ സംസാരിച്ച് വരുന്നു, കുറേ കാര്യങ്ങളിൽ സംസാരിച്ച്. ഓൻ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഓൻ എന്നോട് പറയാം മഹാരാഷ്ട്രയിൽ ചോറില്ല, പേടിക്കണ്ട, ധൈര്യത്തിൽ കിടന്നോ. നമ്മളെ ഉറക്കെല്ലാം പോയി ഗൈസ്. സൈക്കിളെല്ലാം ഇവിടെ ഉണ്ട്. ഓൻ കുറേ നേരം നമ്മളെ തന്നെ നോക്കിയിരുന്നിനി. ഞാൻ അഭി പറഞ്ഞത്. രണ്ടാമത് നമ്മൾ എണീച്ചിട്ട് കിടന്നിനി. ഓനാന്ന് മനസ്സിലായാലും അഭയ്യാന്നെല്ലാം പറഞ്ഞ് ഞാൻ രണ്ടാമത് കിടന്നിനി. അങ്ങനെ ഉറക്കെല്ലാം പോയി.
അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളെന്നാ ചെയ്യുന്ന ഒരാളെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പം മനസ്സിലായി. അല്ല 8ൻ്റെ പണിയായിട്ടില്ല. അതായത് ഒപ്പരം എന്ന് പറയാൻ നമ്മൾ ഇത്രയും നേരം ആടുന്ന് വർത്താനം പറഞ്ഞ തട്ടയുടെ എന്നോട് കുറേ വർത്താനം പറഞ്ഞു. നേരത്തെ ചായ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് എടുത്ത വാച്ച്മാനാന്ന് പറഞ്ഞാന്ന് ഓനിവിടെ വന്നില്ല നമ്മളെ അടുത്ത്. എന്തായാലും ഇനി 24 hours പമ്പിൽ പെട്രോൾ ടെൻ്റ് അടിക്കുന്നുള്ളൂ. ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പമ്പിൽ അടിച്ചത്. അപ്പോൾ എല്ലാവരോടും നാളെ കാണാൻ പോയി. ആടെ ആരും ഇല്ലടാ. നീ അല്ല ആളല്ല, ആടെ ഒന്നുമില്ല. ഓ ഇങ്ങനെ ജാമ്പിയല്ലേ.